Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic Measures of Forecast Error in Supply Chain and Logistics Management in S7 Mechanical Engineering. Forecast Error. നമ്മൾ പഠിച്ചായിരുന്നു ഫോർകാസ്റ്റിംഗ് എന്താണെന്നുള്ളത് പഠിച്ചായിരുന്നു. സോ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്റോറിക് ഡേറ്റാസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വരുംകാല സമയങ്ങളിലേക്ക് ഉണ്ടാകുന്ന ഡിമാൻഡ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഫോർകാസ്റ്റിംഗ് പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു ഫോർകാസ്റ്റിംഗ് ഒരിക്കലും കറക്റ്റ് ആവാറില്ല, അല്ലെങ്കിൽ തന്നെ അതിനെ വേറൊരു ടേംസിൽ പറയുകയാണെങ്കിൽ ഫോർകാസ്റ്റിംഗ് ആർ നെവർ പെർഫെക്റ്റ്. സോ അതായത് എറേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ എറേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്റോറിക് ഡേറ്റ എത്രത്തോളം ആക്യുറേറ്റ് ആണോ അതിനെ ബേസ് ചെയ്തിട്ട് ഈ എറർ വാല്യൂസ് കുറവായിരിക്കും. സോ ഈ പറഞ്ഞ ഫോർകാസ്റ്റ് എറർ എന്നുള്ളതിനെ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന ഈ സഫിക്സ് ടി, ഇ ടി എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത വാല്യൂവിനെക്കാട്ടിലും കൂടുതലോ കുറവോ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്ന ആക്ച്വൽ ആയിട്ടുള്ള ഡിമാൻഡ്. സോ ഈ പറഞ്ഞ ഫോർകാസ്റ്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഫോർകാസ്റ്റ് എറർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആക്ച്വൽ ഡിമാൻഡ് മൈനസ് ഫോർകാസ്റ്റഡ് വാല്യൂ എന്നുള്ളതാണ് ഫോർകാസ്റ്റ് എറർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേ അതിൽ നിന്നും എത്രത്തോളം വേരിയേഷൻ ഉണ്ടായാണ് ഒറിജിനലായിട്ടുള്ള ഡിമാൻഡ്, ആക്ച്വൽ ആയിട്ടുള്ള ഡിമാൻഡ് സംഭവിച്ചത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഫോർകാസ്റ്റ് എറർ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഓവർ ഫോർകാസ്റ്റും ഉണ്ടാവും, അണ്ടർ ഫോർകാസ്റ്റും ഉണ്ടാവും. ഓവർ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എറേഴ്സ് എന്നുള്ളതാണ് ഓവർ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എറർ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോർകാസ്റ്റഡ് വാല്യൂ കൂടുതലായിരിക്കാം. ആ ഫോർമുല നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ ഫോർകാസ്റ്റഡ് വാല്യൂ കൂടുതലാണെങ്കിലാണ് നെഗറ്റീവ് എറർ ഉണ്ടാവുന്നത്, അതായത് ഓവർ ഫോർകാസ്റ്റ് ഉണ്ടാവുന്നത്. അണ്ടർ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് എറേഴ്സ് കാരണമാണ് അണ്ടർ ഫോർകാസ്റ്റ് ഉണ്ടാവുന്നത്. ആ പോസിറ്റീവ് എറർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഡിമാൻഡ് എന്നുള്ളത് ഫോർകാസ്റ്റഡ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അങ്ങനത്തെ കണ്ടീഷനിലാണ് ഈ പറഞ്ഞ പോസിറ്റീവ് എറർ അല്ലെങ്കിൽ അണ്ടർ ഫോർകാസ്റ്റ് ഉണ്ടാവുന്നത്. സോ ഇത് രണ്ടും ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നെഗറ്റീവ് എറേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് എറേഴ്സ്, അതായത് ഓവർ ഫോർകാസ്റ്റും അണ്ടർ ഫോർകാസ്റ്റും ഒരിക്കലും കമ്പനിക്ക് നല്ലതല്ല. ഒരു കമ്പനി പോയിൻ്റ് ഓഫ് കമ്പനീസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കും ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമല്ല. ബിക്കോസ് ഈ ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ റോ മെറ്റീരിയൽസ് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സ്റ്റോറേജ് ചെയ്യുന്നത്. സപ്പോസ് നെഗറ്റീവ് ഫോർകാസ്റ്റ് ആണ് ഉണ്ടായത്. നെഗറ്റീവ് ഫോർകാസ്റ്റ് മീൻസ് ഫോർകാസ്റ്റഡ് വാല്യൂ കൂടുതലാണ്. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ആക്ച്വൽ ഫോർകാസ്റ്റിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ ഡിമാൻഡ് ബേസ് ചെയ്ത് പ്രതീക്ഷിച്ച് ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങി വെച്ചു, അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കി. ഓൾവേസ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു ഡെഡ് മണിയാണ്. അത് സെയിലായി റിപ്ലെനിഷ്മെൻ്റ് ആയി വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ പറഞ്ഞ ഒരു നമ്മൾ മുടക്കിയ പൈസ തിരിച്ച് കിട്ടുന്നുള്ളൂ. സോ ഈ പറഞ്ഞ ഓവർ ഫോർകാസ്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേസമയം അത് ഡെഡ് മണി ഇൻക്രീസ് ആക്കി വെക്കുന്ന ഒരു ഫാക്ടറാണ്. അതേസമയം അണ്ടർ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് പോസിറ്റീവ് എറേഴ്സ് ഉണ്ടാവുന്ന കണ്ടീഷനിലാണെങ്കിൽ ആക്ച്വൽ ഡിമാൻഡ് കൂടുതലും ഫോർകാസ്റ്റഡ് വാല്യൂ കുറവാണ്. സോ ഡിമാൻഡ് ഉണ്ടായിട്ട് നമുക്ക് അവിടെ സെയിൽസ് നടക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് അവിടെ ഉണ്ടാകുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കമ്പനിക്ക് നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. ഡിമാൻഡിനനുസരിച്ച് കറക്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്തില്ല. അങ്ങനെ വരുന്ന ആ ഒരു കണ്ടീഷനിൽ നഷ്ടമാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ട് എറേഴ്സും ഉണ്ടാവാതെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഫോർകാസ്റ്റിംഗ് ആണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ഫോർകാസ്റ്റിംഗ് ആക്യുറസി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടൻ ഫോർമുലാസ്, സർട്ടൻ ടെക്നിക്സ് ആണ് ഇനി നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. മീൻ അബ്സല്യൂട്ട് ഡീവിയേഷൻ അല്ലെങ്കിൽ MAD എന്നുള്ളത്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോർമുലയാണ് ഈ കാണിച്ചത്, സമ്മേഷൻ ഓഫ് ആക്ച്വൽ ഫോർകാസ്റ്റ് മൈനസ് ഫോർകാസ്റ്റഡ് വാല്യൂ ദ ഹോൾ ഡിവൈഡഡ് ബൈ എൻ, മോഡുലസ് ഓഫ് ആക്ച്വൽ ഫോർകാസ്റ്റ് മൈനസ്. അതായത് നമുക്ക് എത്രയാണ് മീൻ വാല്യൂ എന്നുള്ളത്, എത്രയാണ് നമ്മുടെ ഫോർകാസ്റ്റിംഗ് അബ്സല്യൂട്ട് ഡീവിയേഷൻ്റെ മീൻ വാല്യൂ എന്നുള്ളതാണ് നമ്മളിതിൽ ഡിനോട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഫോർമുലയാണ് നമ്മൾ ഈ പറഞ്ഞത്. ക്യുമുലേറ്റീവ് ഫോർകാസ്റ്റ് CFE എന്ന് പറയുന്നത്, ക്യുമുലേറ്റീവ് ഫോർകാസ്റ്റ് എറർ എന്ന് പറയുന്നത് മെഷേഴ്സ് എനി ബയാസ് ഇൻ ദ ഫോർകാസ്റ്റ്, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് ആക്ച്വൽ ഫോർകാസ്റ്റ് മൈനസ് ഫോർകാസ്റ്റഡ് വാല്യൂ എന്നുള്ളതാണ്. മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് ആക്ച്വൽ ഫോർകാസ്റ്റ് മൈനസ് ഫോർകാസ്റ്റ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ NM. ട്രാക്കിംഗ് സിഗ്നലിൻ്റെത് CFE ഡിവൈഡഡ് ബൈ, ദാറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഫോർകാസ്റ്റ് എറർ ഡിവൈഡഡ് ബൈ MAD എന്നുള്ളതുമാണ്. ക്യുമുലേറ്റീവ് ഫോർകാസ്റ്റ് എറർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സമ്മേഷൻ ഓഫ് ET എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഫിക്സ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് എറർ എന്നുള്ളതാണ് വന്നേക്കുന്നത് ഫോർ ദ ടൈം പീരീഡ് T. മീൻ സ്ക്വയർഡ് എറർ എൻ്റെ ഫോർമുലയും നമ്മൾ പറഞ്ഞായിരുന്നു, സമ്മേഷൻ ഓഫ് ET സ്ക്വയർ ബൈ N. MADയുടെ ഫോർമുല പറഞ്ഞായിരുന്നു, മോഡുലസ് ഓഫ് ET ബൈ N. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ET മൈനസ് E ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N മൈനസ് N മൈനസ് 1 എന്നുള്ളതാണ് ഫോർമുല വരുന്നത്. മീൻ അബ്സല്യൂട്ട് പെർസെൻറ്റ് എറർ MAPE, അതിൻ്റെ ഫോർമുല വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് ET ബൈ DT ഡിമാൻഡ് ദ ഹോൾ ഇൻറ്റു 100 ബൈ N എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. നമുക്ക് ഈ ഫോർമുലാസ് ആണ് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ട്രാക്കിംഗ് സിഗ്നലിൻ്റെ ഫോർമുല CFE ബൈ MAD. നമുക്ക് മെയിനായിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് മെയിനായിട്ട് പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫോർമുലാസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ഒരു പ്രാവശ്യം ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരെണ്ണം ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ ഫോർമുലാസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ വച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുന്നതെന്നുള്ളത്. ഫോർകാസ്റ്റ് എററിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുന്നത്, ബാക്കി സ്ക്വയർഡ് എറർ, അബ്സല്യൂട്ട് എറർ എന്നൊക്കെ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. The following table shows the actual sales of upholstered chairs for a furniture manufacturer and the forecasts are made for each of last 8 months. Calculate CFE, MSE, MAD and MAPE for this product. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഡിമാൻഡ് തന്നിട്ടുണ്ട്, ഫോർകാസ്റ്റഡ് വാല്യൂ തന്നിട്ടുണ്ടാവും. ഡിമാൻഡും ഫോർകാസ്റ്റഡ് വാല്യൂവും മാത്രമായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. മന്ത് ടൈം പീരീഡ് Tയും തന്നിട്ടുണ്ടാവും. 1 തൊട്ട് 8 വരെയുള്ള മാസങ്ങളിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തതും ഉണ്ടായ ഡിമാൻഡും ആണ് ഈ തന്നേക്കുന്നത്. ഡിമാൻഡ് തന്നിട്ടുണ്ട്, ഫോർകാസ്റ്റും തന്നിട്ടുണ്ട്. സോ എറർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു, ആക്ച്വൽ ഡിമാൻഡ് മൈനസ് ഫോർകാസ്റ്റഡ് വാല്യൂ ആണ് വരുന്നത്. സോ ഫസ്റ്റ് മന്തിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും 200 മൈനസ് 225 ആണ് വരുന്നത്, അതായത് -25. എറർ സ്ക്വയർഡ് എറർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സ്ക്വയറാണ്, -25യുടെ സ്ക്വയർ 625. ആൻഡ് അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ET ദാറ്റ് ഈസ് 25. ആൻഡ് അബ്സല്യൂട്ട് പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫോർമുല പഠിച്ചായിരുന്നു, ET ബൈ DT ദ ഹോൾ ഇൻറ്റു 100 എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ 8 മാസത്തേക്കും ഈ പറഞ്ഞ എറർ, സ്ക്വയർഡ് എറർ, അബ്സല്യൂട്ട് എറർ, അബ്സല്യൂട്ട് പെർസെൻറ്റേജ് എറർ, ഇത് ഇത്രയും നമ്മൾ കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫോർകാസ്റ്റ് എറർ എന്ന് പറയുന്നത് -15 ആണ് വരുന്നത്. അതായത് എറേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ക്യുമുലേറ്റീവ് വാല്യൂ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആവറേജ് ഫോർകാസ്റ്റ് എറർ എന്ന് പറയുമ്പോഴത്തേക്കും അത് മീൻ ബയാസ് ആണ് വരുന്നത്, ദാറ്റ് ഈസ് -15 ബൈ നമ്പർ ഓഫ് ടൈം പീരീഡ്. നമ്മുടെ ഈ കേസിൽ നമ്പർ ഓഫ് ടൈം പീരീഡ് വരുന്നത് 8 ആണ്. സോ അതുകൊണ്ട് -1.875, -15 ബൈ 8 എന്ന് പറയുമ്പോഴത്തേക്കും -1.875 ആണ് വരുന്നത്. മീൻ സ്ക്വയർഡ് എറർ എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ സ്ക്വയേർഡ് എറർ കണ്ടുപിടിച്ചായിരുന്നു, അതിൻ്റെ ക്യുമുലേറ്റീവ് വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അതേ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈം പീരീഡാണ് വന്നേക്കുന്നത്. അതാണ് 659.4 എന്നും പറഞ്ഞ് വന്നേക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടും. മീൻ അബ്സല്യൂട്ട് ഡീവിയേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. അതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് അതിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂസും നമുക്ക് കിട്ടുന്നതായിരിക്കും. MAPE വരുന്നത് നമ്മൾ അബ്സല്യൂട്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അബ്സല്യൂട്ട് പെർസെൻറ്റേജ് എററിൻ്റെ സമ്മേഷൻ നമ്മൾ എടുക്കുന്നു, അതേ ഡിവൈഡഡ് ബൈ 8. ഈ ടൈം പീരീഡ് എത്ര മാസം എത്ര എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ 10.2 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ട്രാക്കിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CFE/MAD ആണ്. നമ്മുടെ CFE വാല്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -15 ആണ്. മീൻ അബ്സല്യൂട്ട് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 24.4 ആണ് വരുന്നത്. സോ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും -0.6148 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഫോർമുലാസ് ജസ്റ്റ് പഠിക്കുക, ഈ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ബാക്കി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് നമുക്ക് എക്സാമിന് ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി ജയിക്കാൻ പറ്റുന്നതാണ്. സെലക്ടിങ് ദ റൈറ്റ് ഫോർകാസ്റ്റിംഗ് മോഡൽ. എന്തൊക്കെ കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് മോഡലെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ പല രീതിയിലുള്ള ഫോർകാസ്റ്റിംഗ് മോഡൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വിൻഡേഴ്സ് മോഡൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, വിൻഡർ ഹോൾട്ട് മോഡൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്പോണൻഷ്യൽ സ്മൂത്തനിങ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതിൽ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് മോഡൽ സെലക്ട് ചെയ്യുന്നതെന്നുള്ള ഏതൊക്കെ കാര്യത്തിനെ നോക്കിയിട്ടാണ് നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ദ എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ഡേറ്റ അവൈലബിൾ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ആക്യുറസി റിക്വയർഡ്. മൂന്നാമത്തത് ലെങ്ത് ഓഫ് ഫോർകാസ്റ്റ് ഹൊറൈസൺ. നാലാമത്തെ വരുന്നത് പ്രസൻസ് ഓഫ് ഡേറ്റ പാറ്റേൺസ്. ഇത്രയും കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് സ്യൂട്ടബിൾ ഫോർകാസ്റ്റിംഗ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. താങ്ക് യു.